അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സയ്യിദ് ഇബ്നു ജുബൈർ വിശദീകരിക്കുന്നു. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് ഇങ്ങനെ കേട്ടു: വ്യാഴാഴ്ച. നിങ്ങൾക്കറിയില്ല എന്താണ് വ്യാഴാഴ്ച എന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് കരഞ്ഞു. അദ്ദേഹം ഇരുന്നതിൻ്റെ താഴെയുള്ള കല്ലുകൾ, അതായത് ചെറിയ ചരലോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇരുന്നത്, അത് നനയുന്നത് വരെ അദ്ദേഹം കരഞ്ഞു. അതായത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കരയാണ്, കണ്ണീര് താഴെ വീഴുന്നു. ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, എന്താണ് വ്യാഴാഴ്ച, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, അപ്പോഴാണ് ആരോഗ്യസ്ഥിതി മോശമായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതായത് റസൂലിന് മാരകമായ രോഗം വന്നത്, മരണകാരണമായ രോഗം ഭയങ്കരമായി കൂടി വ്യാഴാഴ്ച. അത് ഓർക്കുമ്പോഴേ അവർക്ക് കരച്ചിൽ വരുമായിരുന്നു. എനിക്ക് ഒരു എഴുത്താണിയോ അല്ലെങ്കിൽ എഴുത്ത് പലകയോ എന്തോ ആണ്, അത് കൊണ്ടുവരൂ, ഞാൻ അത് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിത്തരാം, അതിനുശേഷം നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. ആളുകൾ അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസം ഉള്ളവരായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞതിനോട് എതിരഭിപ്രായമോ അതല്ലെങ്കിൽ സമാനമായതോ അല്ലെങ്കിൽ ചെറിയ മാറ്റമുള്ളതോ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് അനുചിതം അല്ലായിരുന്നു. അവർ പറഞ്ഞു, ഇവനെന്താണ് കുഴപ്പം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു എഴുത്ത് പലകയോ അല്ലെങ്കിൽ എഴുത്താണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിത്തരാം, അത് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പഠിച്ചാൽ അതല്ലെങ്കിൽ അത് അറിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല. ആളുകൾ അതിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. പക്ഷേ റസൂലിൻ്റെ മുമ്പിൽ ഒരു കാര്യം റസൂൽ പറഞ്ഞതിനോട് എതിരാവുക അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് അനുചിതമാണ്. എന്നിട്ടും അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തിന് എന്ത് പറ്റി? റസൂലിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. വയ്യാഴിക കൊണ്ടിങ്ങനെ ബോധം മറയുന്ന അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ള അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും അവസ്ഥയാണോ? അവർ പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, എന്നിട്ട് മനസ്സിലാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്ത് നല്ല അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ വിട്ടേക്കുക. നിങ്ങൾ ചെയ്യാൻ പറയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ നിന്നും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതൊന്നും എഴുതാത്ത അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് 3 കാര്യങ്ങൾ ഉത്തരവ് ഇട്ടു ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഉത്തരവുകൾ എല്ലാം അവർക്ക് പാലിക്കാനുള്ളതായിരുന്നു. അൽ മുശ്രിക്കൂനെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും പുറത്താക്കുക, വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉന്നതരായ ആളുകളുണ്ടാവും, അവരുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ അവരുടെ ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്ന ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, ഞാൻ കൊടുത്തിരുന്നത് പോലെ. റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു. 3ാമത്തെ ഉത്തരവ് എന്ന് പറയുന്നത് നല്ല ഉപകാരമുള്ള ഒരു ഉത്തരവായിരുന്നു. അത് ഒന്നല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞില്ല, അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ മറന്നുപോയി. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അത് കുറേ പേര് പറയുകയാണ് റസൂലിന് എഴുതി മേടിപ്പിക്കുകയാണ്, കുറേ പേര് പറയുകയാണ് എഴുതണ്ടാന്ന്. അപ്പോൾ ആ ഒരു സംസാരമാണ് ഈ പറയുന്നത്. ഒരു കൂട്ടം ആളുകൾ മറ്റു കൂട്ടം ആളുകളുമായിട്ട് സംസാരിക്കുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാരകമായ രോഗത്തിലാണ്, ആ സമയത്ത് തന്നെ ചെന്നിട്ട് എഴുതിത്തരാമോ അല്ലെങ്കിൽ എഴുതി വയ്ക്കുമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ എൻ്റെ നല്ല അവസ്ഥയിൽ തന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹം തിരക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി. അതായത് ദുആകളോ ദിക്റുകളോ നമ്മളെ വരാൻ പോകുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുആകൾ അങ്ങനെ എന്തും, അതായത് റസൂൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി, അതായത് മരിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ തിരക്കത്തിൽ ആയിരുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, എന്നെ വിട്ടേക്ക്, ഞാനിപ്പോൾ നല്ലൊരു അവസ്ഥയിലാണ്, അതിൽ തന്നെ തുടർന്നോളാം എന്നുള്ള രീതിയിൽ. ലൗകിക കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. سمع سعيد ابن جبير سمع ابن عباس رضي الله عنهما يقول يوم الخميس وما يوم الخميس ثم بكى حتى بل دمعه الحصى قلت يا ابن عباس ما يوم الخميس قال استد برسول الله صلى الله عليه وسلم وجهه فقال ائتوني بكتف أكتب لكم كتابا لا تضلوا بعده أبدا فتنازعوا ولا ينبغي عند النبي تنازع فقالوا ما له أهجرا استفهموه فقال ذروني فالذي أنا فيه خير مما تدعوني إليه فأمرهم ب3. قال أخرجوا المشركين من جزيرة العرب
അജീസുൽ വഫ്ദ ബി നഹ്വി മാ കുന്തു ഉജീസുഹും വസ്സാലിസത്തു ഇമ്മാ അൻ സഖത അൻഹ വ ഇമ്മാ അൻ ഖാല ഫനസീതുഹ. അൽ മുശ്രിക്കൂൻ, അതായത് ബഹുദൈവ ആരാധകര്, തീ ആരാധകര്, വിഗ്രഹ ആരാധകര്, അവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്തവർ, അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തവർ, പിന്നെ മുസ്ലിങ്ങൾക്കെതിരിൽ ചതി വഞ്ചനയൊക്കെ ചെയ്ത് വെളിവാക്കപ്പെട്ടവർ, അത് ചതിയനാണ് എന്ന് അറിയപ്പെട്ടവർ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് പുറത്ത് കൊടുക്കാമോ? ഇദാ വദറൽ മുശ്രികൂന ബിൽ മുസ്ലിമീന ഹൽ യുഫി അൻഹും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഖൈബർ കീഴടക്കിയപ്പോൾ ഒരു ചുട്ട അല്ലെങ്കിൽ പൊരിച്ചെടുത്ത ആടിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അതിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചു. യഹൂദന്മാർ ഒരു സമ്മാനമായിട്ടാണ് അത് കൊണ്ടുവന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഈ ഏരിയയിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒരുമിച്ച് കൂട്ടു എൻ്റെ മുമ്പിൽ. അപ്പോൾ യഹൂദന്മാരെല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, അതിന് നിങ്ങൾ സത്യസന്ധമായ മറുപടി തരുമോ? അവർ പറഞ്ഞു, ഉവ്വ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ പിതാവ് ആരാണ്? അവർ പറഞ്ഞു, ഇന്നാലിന്ന ആള്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ നുണ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പിതാവ് ഇന്നാലിന്ന ആളാകുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾ സത്യം പറയുമോ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ? അപ്പോൾ അവർ പറഞ്ഞു, അല്ലയോ അബുൽ ഖാസിം, ഞങ്ങൾ നുണ പറയില്ല. കാരണം ഞങ്ങൾ നുണ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായതുപോലെ. അതായത് ഞങ്ങൾ പിതാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് നുണയായിരുന്നു, അത് താങ്കൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി പറഞ്ഞാൽ താങ്കൾ വീണ്ടും കണ്ടുപിടിക്കുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരോട് ചോദിച്ചു, ആരാണ് നരകവാസികളായ മനുഷ്യർ? അവർ പറഞ്ഞു, ഞങ്ങൾ നരകത്തിൽ കുറച്ച് നാൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് കാണും. അത് കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങളെ അവിടുന്ന് മാറ്റും. അതായത് പിന്നെ നിങ്ങളാണ് നരകത്തിൽ പോവുക, ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും എന്നാണ് അവർ മറുപടി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശപിക്കപ്പെടട്ടെ, നിങ്ങൾ നാണം കെടുത്തപ്പെടട്ടെ. അള്ളാഹുവാണേ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ അതിൽ പകരക്കാരായി വരികയില്ല. അതായത് നരകത്തിൽ നിങ്ങളുടെ ശിക്ഷയെ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് താമസക്കാരായിട്ട് വരും, അങ്ങനെ പരിപാടി ഇല്ല. അവരോട് പിന്നീട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ സത്യം പറയുമോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ? അവർ പറഞ്ഞു, അല്ലേ അബുൽ ഖാസിം, ഉവ്വ അബുൽ ഖാസിം, ചോദിച്ചോളൂ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ആടിൽ വിഷം ചേർത്തിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത്? ഞങ്ങൾക്ക് അറിയണമായിരുന്നു നിങ്ങൾ നുണയനാണോ എന്ന്. അതായത് നുണയനായ സത്യപ്രവാചകൻ അല്ലെങ്കിൽ കള്ളപ്രവാചകനാണെങ്കിൽ അതറിയാതെ തിന്നും മരിച്ചു പോകും. അങ്ങനെ നിങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ശരിയായ പ്രവാചകനാണെങ്കിൽ ഒന്നും പറ്റൂല. അതായത് ശരിയായ പ്രവാചകന്മാർക്ക് വിഷം ഏൽക്കുകയില്ല എന്ന് ഒരു ഹദീസുണ്ട്. അതാണെന്ന് തോന്നുന്നു അവർ ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിലുള്ള ഒരു പ്രവചനം. പ്രവാചകന്മാർക്ക് വിഷം കൊടുത്താൽ ഒന്നും പറ്റില്ല എന്ന്. കാരണം വിശ്വാസം ഏറ്റവും കൂടുതൽ ഉള്ള, അല്ലെങ്കിൽ ഈമാൻ അങ്ങേയറ്റം ഉള്ള ആളുകൾക്ക് വിഷം കുടിച്ചാലും ഒന്നും പറ്റില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റോമാലി പേർഷ്യ സാമ്രാജ്യക്കാരുമായിട്ടുള്ള ഒരു യുദ്ധ സമയത്ത് അവരാരോ പറയും, നിങ്ങൾ അത്ര വലിയ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിഷം കുടിച്ച് കാണിക്കുക, നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയാം. ഖാലിദ് ബിൻ വലീദിന് അവിടെ നിന്ന് ശത്രുപക്ഷത്തു നിന്ന് വന്ന് സംസാരിക്കാൻ വേണ്ടി വന്ന ഒരാൾ ഒരു കുപ്പി വിഷവും കൊടുത്തു. ആളത് മേടിച്ച് ഒരൊറ്റക്കമഴുത്ത് വായിലേക്ക് ഇതാവുന്നു. ചുറ്റുണ്ടായിരുന്ന സഹാബാക്കൾ ചാടി വീണു, പിടിച്ച് മാറ്റാൻ അല്ലെങ്കിൽ തട്ടിക്കളയാൻ, അല്ലെങ്കിൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനു മുമ്പേ ആൾ കുടിച്ചു കഴിഞ്ഞിരുന്നു. സഹാബാക്കളൊക്കെ ചാടി വീഴുമ്പോഴത്തേക്കും കുടി കഴിഞ്ഞു. എന്നിട്ട് ആളുടെ പാട്ടിന് പോയി, ഒന്നും പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലത്തെ എന്തോ തത്തുല്യമായ ഒരു ചോദ്യമാണ് ഇവർ പറയുന്നത്. കാരണം അവരുടെ പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും അത് കാണുമായിരിക്കും. അവർക്കറിയാം, യഹൂദന്മാർ മദീനയിലുള്ള ഒരു ഭയങ്കര പണ്ഡിതന്മാരായിരുന്നു. മതപരമായ എല്ലാ കാര്യങ്ങളും അവർക്കറിയായിരുന്നു. അവർക്ക് ആകെയുള്ള പ്രശ്നം റസൂല് അവരുടെ കുടുംബത്തിൽ നിന്നുള്ളതല്ല, അല്ലെങ്കിൽ യഹൂദി അല്ല എന്നുള്ളതായിരുന്നു. യഹൂദി അല്ലാത്തൊരു പ്രവാചകനെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, അതായിരുന്നു അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവരെല്ലാവരും നരകത്തിൽ പോയത്. മൂന്നാമത്തെ തൊട്ടുമുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ മൂന്നാമത്തെ ഉത്തരവിനെ പറ്റി ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. ഒന്ന്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക.
ഉസാമ റളിയല്ലാഹുവിൻ്റെ കീഴിൽ ഒരു പട്ടാള സംഘത്തിനെ റെഡിയാക്കി അയക്കുക. പ്രവാചകൻ്റെ ഖബറിനെ ആരാധനാ സ്ഥലമായി എടുക്കാതിരിക്കുക. നന്നായിട്ടും കൃത്യമായിട്ടും സമയാസമയങ്ങളിൽ നമസ്കരിക്കുക. അതായത് ഖാമിസ്സലാത്ത്. നിങ്ങളുടെ അടിമകളോട് നന്നായി പെരുമാറുക. അതായത് നിങ്ങളുടെ വലം കയ്യിൽ ഉള്ളത്, നിങ്ങളുടെ അധികാരത്തിൽ ഉള്ളവർ, ഇപ്പോൾ അടിമ, ഭാര്യ, അങ്ങനെയെല്ലാം വരും. അവരോടെല്ലാവരും മാന്യമായി പെരുമാറുക. ഇതെല്ലാം ഫത്ഹുൽ ബാരി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും മുമ്പ് പറഞ്ഞ ഹദീസിലെ മൂന്നാമത്തെ ഉത്തരവ്. عن أبي هريرة رضي الله عنه قال لما فتحت خيبر هديت للنبي صلى الله عليه وسلم شاة فيها سم فقال النبي صلى الله عليه وسلم اجمعوا لي من كان هاهنا من يهودا فجمعوا له فقال لهم إني سائلكم عن شيء فهل أنتم صادقي عنه فقالوا نعم فقال لهم النبي صلى الله عليه وسلم من أبوكم قالوا فلان فقال كذبتم بل أبوكم فلان قالوا صدقت قال فهل أنتم صادقي عن شيء إن سألت عنه فقالوا نعم يا أبا القاسم وإن كذبنا عرفت كذبنا كما عرفته في أبينا فقال لهم من أهل النار قالوا تكون فيها يسيرا ثم تخلفون فيها فقال النبي صلى الله عليه وسلم اخسأوا فيها والله لا نخلفكم فيها أبدا ثم قال فهل أنتم صادقي عن شيء إن سألتكم عنه قالوا نعم يا أبا القاسم قال هل جعلتم في هذه الشاة سما قالوا نعم قال ما حملكم على ذلك قالوا أردنا إن كنت كاذبا نستريح وإن كنت نبيا لم يضرك. നേതാവിൻ്റെ ദുആ. ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുമായിട്ടുള്ള സന്ധി അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാറ് പാലിക്കാതിരുന്നാൽ ദുആഇൽ ഇമാമി അലാ മൻ നകസ അഹ്ദൻ. ആസിം വിശദീകരിക്കുന്നു, ഞാൻ അനസിനോട് ഖുനൂത്തിനെ പറ്റി ചോദിച്ചു. നിസ്കാരത്തിൽ ഓതുന്ന ഖുനൂത്ത്. അനസ് പറഞ്ഞു അത് റുക്കുവിന് മുമ്പാണ് ഓതേണ്ടത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ര നമസ്കാരത്തിൻ്റെ കിതാബിൽ. ആ കിതാബിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റുക്കുവിന് മുമ്പാണ് ഖുനൂത്ത് ഓതേണ്ടത്. അത് വിത്രിൽ. ഫർദ് നമസ്കാരങ്ങളിൽ എവിടെയും ചെയ്തതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹുവും നമസ്കാരത്തിൽ ഫർദ് നമസ്കാരങ്ങളിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. അത് ആരെങ്കിലേക്ക് ശപിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സഹായം കിട്ടാനോ വേണ്ടിയിട്ട് യുദ്ധത്തിന് പോയ പട്ടാളക്കാരുടെ വാർത്തകൾ ഒരു 30 ദിവസം ആയിട്ടും വന്നില്ലെങ്കിൽ പേടിയാവുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരുടെ വർത്തമാനം 30 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിവരമൊന്നും ഇല്ലെങ്കിൽ പട്ടാളത്തിനെ പറ്റി അവരുടെ വിവരം വരുന്നത് വരെ ഒട്ടുമിക്ക ഫർദ് നമസ്കാരങ്ങളിലും ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതുപോലെ തോൽവി സംഭവിക്കുമ്പോഴൊക്കെ 30 ദിവസം തുടർച്ചയായി ചെയ്തതായിട്ട് പറയുന്നുണ്ട്, അവരെ ശപിച്ചുകൊണ്ട് ശത്രുക്കളെ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് റുക്കൂ കഴിഞ്ഞിട്ട് എഴുത്തുകാരിലാണ് ഖുനൂത്ത് ഓതുന്നത്. പക്ഷെ ശരിക്കും ഖിയാമിൽ അതിൽ നിന്ന് സൂറത്ത് ഓതി അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഖുനൂത്ത് ഓതുക, എന്നിട്ട് റുക്കുവിലേക്ക് പോവുക. അപ്പോൾ അവിടെ ചോദ്യം വന്നു, ഇന്ന ആൾ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞതായിട്ട് റുക്കുവിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അവന് തെറ്റിപ്പോയതാണ്. എന്നിട്ട് അനസ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനി സുലൈം ഗോത്രത്തിനെതിരിൽ 1 മാസത്തോളം റുക്കുവിന് ശേഷം ദുആ ചെയ്തതായിട്ട്. അതായത് അവരെ നാശം ചോദിച്ചുകൊണ്ടാണ് ദുആ ചെയ്തത്, സർവനാശം. അനസ് കൂട്ടിച്ചേർക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 അല്ലെങ്കിൽ 70 ഖാരികളെ, അതായത് ഭയങ്കര പണ്ഡിതന്മാരായ ആളുകൾ, അന്നത്തെ ഖുർആൻ ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളെ അവരുടെ ഏതാനും മുശ്രിക്കുകളുടെ ഇടയിലേക്ക് അയച്ചു, പ്രബോധനം കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ വന്നവരെ മുഴുവൻ ആക്രമിച്ചു, കൊന്നുകളഞ്ഞു. എല്ലാവരും രക്തസാക്ഷിയായി. അവരും റസൂലുമായി സന്ധി അല്ലെങ്കിൽ സമാധാന കരാർ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അപ്പോൾ സങ്കടപ്പെട്ട അത്രയും വേറെ ആരുടെയും പേരിൽ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഖാരികൾ, ആ മരിച്ചുപോയ 40 അല്ലെങ്കിൽ 70 ആളുകളുടെ പേരിൽ അദ്ദേഹം കാണിച്ച സങ്കടം വേറെ ഒരാളുടെ പേരിലും ഇതുവരെ അതിനു മുമ്പ് കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ 8ാമത്തെ വാല്യത്തിൽ 6394 വീണ്ടും കാണും. അപ്പോൾ പറഞ്ഞു വന്നു വെച്ചാൽ രണ്ട് അവസ്ഥയായിരിക്കണം എന്ന് തോന്നുന്നു. ഈ നാശം പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് സഹായം ചോദിക്കാനോ ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ റുക്കുവിന് ശേഷമായിരിക്കും സുജൂദ് ചെയ്യേണ്ടത്, അല്ലാഹു അലം. പക്ഷേ ഇവിടെ റുക്കുവിന് ശേഷം
കുനൂത്ത് ഓതിയതായിട്ടാണ് പറയുന്നത്. പക്ഷെ അത് ഈ ഗോത്രത്തിനെതിരെ ശാപ ദുആ ചെയ്തപ്പോഴാണ്. ഹദ്ദസനാ ആസിമുൻ ഖാല സഅൽതു അനസ് റളിയല്ലാഹു അൻഹു അനിൽ ഖുനൂതി ഖാല ഖബല റുകൂഇ ഫഖുൽതു ഇന്ന ഫുലാനൻ യസ്ഉമു അന്നക ഖുൽത ബഅദ റുകൂഇ فقال كذب. ثم حدثنا عن النبي صلى الله عليه وسلم أنه قانت شهرا بعد الركوع يدعو على أحياء من بني سليم. قال بعث 40 أو 70 يشك فيه من القراء إلى أناس من المشركين فعرض لهم هؤلاء فقتلوهم وكان بينهم وبين النبي صلى الله عليه وسلم عهد ഫമാ റഅയ്തുഹു വജദ അലാ അഹദിൻ മാ വജദ അലൈഹിം. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.